കൊല്ലം കൃഷ്ണശ്രീയുടെ ദേവകീ നന്ദനൻ. ഓം മഹാദേവിയെ നമഃ, 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 ഓം മഹാദേവിയെ നമഃ. വൃത്തവ, അമ്മേ, മഹാമായേ, ദേവി, പരാശക്തി, നിന്റെ ശുദ്ധഭക്തിയിൽ നാം സന്തുഷ്ടയാണ് പുത്രി. ഈ ദേവതീർത്ഥ ഭൂമിയിൽ മുടങ്ങാതെ നവദുർഗാവ്രതം അനുഷ്ഠിക്കുന്ന ആഭീര വംശത്തിലെ വ്രതവയ്ക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടത്? അമ്മേ, കലിക്കിനി 1200 വർഷം. പക്ഷേ കലി പോലും ഭയന്ന് കാട് കയറി കഴിഞ്ഞു. ദുഷ്ടരാജ പ്രഭുക്കളെ കൊണ്ട് സഹികെട്ട് കഴിഞ്ഞു ഭൂമി. ദുർദർശനങ്ങൾ, ദുർമരണങ്ങൾ, ദുരന്തങ്ങൾ, ദുശദിനങ്ങൾ ഭയക്കുന്നു സാധുക്കൾ. അതിനൊരു പരിഹാരം കനിഞ്ഞരുളണം അമ്മ മഹാദേവി. എല്ലാത്തിനും പരിഹാരം നിന്നിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ പോകുന്നു. എന്നിൽ നിന്നോ? അതെ, ആഭീര വംശത്തിന്റെ രാജഗൃഹത്തിൽ മഹാവതിയിൽ അത് സംഭവിക്കും. നിന്റെ പ്രിയപുത്രൻ ദേശരാജന്റെ പത്നി ദേവകീ ദേവിയിൽ പിറക്കുന്ന 2 പുത്രന്മാർ. അവർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനർജന്മമായിരിക്കും. പുനരവതാരം. അമ്മേ മഹാദേവി, ഒരു യുഗപ്പിറവിയുടെ ദിവ്യ അവതാരം. മറ്റാരും അറിയാൻ പാടില്ലാത്ത രഹസ്യം. കാലമെത്തുമ്പോൾ അത് നാം തന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തും. നമ്മുടെ ഭക്തനായ ചന്ദ്രപട്ടനിലൂടെ അവർ ആഭീര വംശത്തിന്റെ സൗഭാഗ്യം, മഹാവതിയുടെ ഔന്നത്യം അവർ കാക്കും. ഈ അവനിയെ വിചാരണയില്ലാത്ത വിധി വെട്ടി നുറുക്കി കൊന്നു ധർമ്മം ഉപദേശിക്കാൻ വന്ന കിഴവ സന്യാസിമാർ. മാഗധത്തിന്റെ മഹാമന്ത്രി മഹാരാജാവ് ജംബുകൻ കൽപ്പിക്കും, സാമന്തൻ നിർവഹിക്കും. അതാണ് ഇവിടുത്തെ ധർമ്മം, അതാണ് ഇവിടുത്തെ നീതി. എതിർത്തു വരുന്നവർക്ക് പിന്നെ ശിരസില്ല. കൊല്ലും കൊല്ലും ക്രൂരമായി. ഇത്രയ്ക്ക് പാപം കുന്നുകൂട്ടണോ സാമന്ത? ചക്രം
ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ ഉപദേഷ്ടാവ് ചന്ദ്രഭട്ടനും ധർമ്മം ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു തിരുരഹസ്യം മാഗധനെ അറിയിക്കാൻ വന്നു. അത് ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ കൽപ്പന. മാഗധവും മാഗധനും കരുതിയിരുന്നു കൊള്ളാൻ. എന്തിന് ചന്ദ്രഭട്ടൻ? മഹാവതിയിലെ ദേശരാജന്റെയും ദേവകീ ദേവിയുടെയും 2 പുത്രന്മാർ ആഹ്ലാദനും ഉദയസിംഹനും അവർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനരവതാരമാണെന്ന്. നവദുർഗാ പൂജ കഴിഞ്ഞ് നിവർന്ന ചന്ദ്രഭട്ടന് ദേവി വെളിപ്പെടുത്തിയ ദിവ്യ രഹസ്യം. ദേവിയോ? ഏത് ദേവി? ചന്ദ്രഭട്ടൻ, അങ്ങയുടെ ത്രികാലജ്ഞാനം തൊട്ടുള്ള വൈഭവങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതല്ല. ആഭീരവംശത്തിലെ 2 പശുപാലകന്മാർ, അതിനപ്പുറം ഒരു മഹത്വവും സാമന്തൻ കൽപ്പിക്കുന്നില്ല. അവർക്ക് കൽപ്പിക്കുകയുമില്ല. അത് അവരോടുള്ള നിന്റെ വിദ്വേഷം. അതെ, വിദ്വേഷം തന്നെ. മഹാവതിയിലെ ദേവകി ദേവിയോട്, അതായത് എന്റെ പെറ്റമ്മയോടുള്ള തീർത്താൽ തീരാത്ത വിദ്വേഷം. എങ്കിലും ത്രികാലജ്ഞാനിയായ ചന്ദ്രഭട്ട, ദേവി മുമ്പ് ഒരിക്കലും വെളിപ്പെടുത്താത്ത ഈ ദിവ്യ രഹസ്യം ദേവിക്ക് ഇപ്പോഴോ വെളിപ്പെടുത്താൻ തോന്നിയത്? ഒരുപക്ഷെ കാലമെത്തുമ്പോൾ അത് ലോകമറിഞ്ഞാൽ മതിയെന്ന് ദേവി നിശ്ചയിച്ചിട്ടുണ്ടാകും. ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനരവതാരം പോലും. അതെ, ഈ വാർത്ത ഇപ്പോൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഒഴുകി കഴിഞ്ഞോ? ആളുകൾ ദിവ്യദർശനം തേടി മഹാവതിയിൽ നിറഞ്ഞു കവിഞ്ഞ അടിയിൽ ഒന്ന് പോകാനാ? ദർശനം കണ്ടു മടങ്ങാനല്ല, അവരുടെ ശുഭമുഹൂർത്തങ്ങളെ അശുഭമാക്കാൻ. എങ്ങും എവിടെയും സാമന്തനുണ്ടാകുമെന്ന് അറിയിക്കാൻ, കീഴ്പ്പെടുത്താൻ. ആ കാലശക്തിയെ ഏത് ശക്തിയായാലും സാക്ഷാൽ ശ്രീ ശങ്കരനല്ലാതെ ആർക്കെങ്കിലും സാമന്തനെ കീഴ്പ്പെടുത്താൻ കഴിയുമോ? എന്റെ പൊന്ന് ചന്ദ്രഭട്ട, ഇങ്ങോട്ട് നോക്ക്. ശത്രുവിന്റെ ശിരസ്സെന്നും ഈ ഉടവാളിൽ ഇരയാണ് പ്രഭു. അത് ആരായാലും. എനിക്കവർ ശത്രുക്കളല്ലല്ലോ, സർവശക്തി സ്വരൂപങ്ങൾ. കന്നിമാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടിയിൽ ദേവകീ ദേവി ജന്മമേകിയ പുത്രൻ ആഹ്ലാദൻ, ബലരാമദേവന്റെ പുനർജന്മം. ചിങ്ങമാസത്തിലെ മറ്റൊരു അഷ്ടമിക്ക് അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന അത്ഭുത ബാലൻ ഉദയസിംഹൻ. ഭഗവാൻ നാരായണന്റെ ശ്രീകൃഷ്ണന്റെ പുനരവതാരം ആഹ്ലാദനും ഉദയസിംഹനും. ഇവർ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പുനരവതാരം. ആഭീരദേശത്തെ വ്രതപയ്ക്ക് ദേവി കൊടുത്ത വരം പോലെ തന്നെ തപസ് ചെയ്ത കലിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകിയ മറ്റൊരു വരം. ഭൂഭാര ദുഷ്ടപ്രഭുക്കളെ അനുഗ്രഹിച്ച് അവർ അപഹരിച്ച കലിയുടെ സ്ഥാനങ്ങൾ കലിക്കേകുമെന്ന് കാലധർമ്മം സ്ഥാപിക്കാൻ ഒരു പുനരവതാരം ആഹ്ലാദനും ഉദയസിംഹനും.
സിംഹാസനത്തിൽ ഇന്ന് ഈ ഉടപാടും കിരീടവും മാത്രമായി പോയെങ്കിലും അങ്ങുണ്ടല്ലോ ഞങ്ങൾക്കൊപ്പം. മഹാരാജൻ, ആഭീര വംശത്തിന് ഇനി ഭയക്കണ്ടാരേ. നമ്മുടെ 2 മക്കൾ, 2 ആൺകരുത്തുക്കൾ, സർവവേദങ്ങളും വേദാന്തങ്ങളും അടവും അഭ്യാസവും കഴിഞ്ഞെത്തിയിരിക്കുന്നു മഹാവതി. മാത്രമല്ല, ഇന്ന് ഉദയസിംഹന്റെ ജന്മോത്സവമാണ്. രോഹിണി നക്ഷത്രം. അമ്മ കൽപ്പിക്കട്ടെ, അതുവരെ കാത്തിരിക്കാൻ നമുക്ക്. ഗുരുകുലത്തിൽ നിന്ന് അവൻ മഹാവതിയിൽ മടങ്ങിയെത്തിയ ആദ്യ മഹോത്സവം കൂടി. ആളുകൾ ആനന്ദം കൊണ്ട് മതിമറന്നു തുടങ്ങി. അവരവനെ സ്നേഹം കൊണ്ട് വാരിപ്പുണരുന്നു. ഉദയസിംഹ, അമ്മേ, സ്നേഹനിധികളായ എന്റെ പൊന്നുമക്കൾ, നിങ്ങളെ കുറിച്ച് ഓർത്ത് അമ്മ അഭിമാനിക്കുന്നു. അമ്മയെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഈ ഉടപാടും കിരീടവും സാക്ഷിയാക്കി ദേവകി ദേവി കൽപ്പിക്കുന്നു. ആടിപ്പാടി തിമിർക്കാം നമുക്ക് ഈ ജന്മോത്സവം. അകത്തേക്ക് വരാമോ അടിയന്? വന്നോളൂ. ആഭീരദേശത്തിന്റെ ആനന്ദത്തിൽ മുഴുകി അടിയനും മതിമറന്ന് നിൽക്കുകയായിരുന്നു. ഇത് വിഷ്ണുമായ ശക്തിയുടെ വൈഭവം കൊണ്ട് അടിയന് വെളിപ്പെട്ട രഹസ്യങ്ങളുടെ താളിയോലക്കെട്ട്. ഇത് വ്യാസനും എഴുതി തീർത്തിട്ടുണ്ട് ചന്ദ്രഭട്ട. 18ാമത്തെ ദിവ്യപുരാണം, ഭവിഷ്യ മഹാപുരാണം. അത് ഭാവികാല വ്യാഖ്യാനം ചന്ദ്രഭട്ട. ചന്ദ്രഭട്ട, ഭഗവാനെ, അങ്ങേക്ക് എന്നോടുള്ള മമത ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിനും സുഹൃത്തും മാഗധനും മാളവനും മഞ്ജീരനും ഒക്കെ സഹിക്കുമോ? അവർക്കിടയിൽ സാധുവായ അങ്ങ് എങ്ങനെ കഴിയുന്നു? അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അങ്ങയുടെ കൃപ കൊണ്ടും. അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേനെ എന്നെ.
കൊന്നും തിന്നും മദ്യം സേവിച്ചും മതി മറക്കുക അവർ. അവരല്ലേ ഇപ്പോൾ കലിയുടെ പ്രതിരൂപങ്ങൾ. ഭഗവാനെ, അടിയൻ മുമ്പ് പലതവണ വന്നിട്ടുണ്ട് ഇവിടെ. അന്നൊന്നും പറയാത്ത ആ രഹസ്യം ദേവകി ദേവിയോട് പറയണമെന്നുണ്ട്. അവർ കാത്തിരിക്കുന്ന ആ മകൻ മാഗധത്തിലുണ്ടെന്ന്. ക്രൂരതയുടെ ഉരുണ്ടു തടിച്ച ആ ഭീകര രൂപം. വേണ്ട ചന്ദ്രഭട്ട, വേണ്ട. അവൻ വരും ഇവിടെ. വരാതിരിക്കില്ല. എല്ലാം ഒരു നിമിത്തമായി തീരട്ടെ. ഭഗവാനെ, സാമന്തന് ആവശ്യമുണ്ട് എനിക്ക്. അവന്റെ ഓരോ ചുവടുവയ്പും എന്റെ ജന്മലക്ഷ്യം വേഗമാക്കുന്നു. അതേ ചന്ദ്രഭട്ട. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ. പിന്നെ മറ്റൊരു സന്ദേശം കൂടി അറിയിക്കാനുണ്ട് അടിയനെ. അങ്ങേക്ക് ഏറെ പ്രിയം തോന്നുന്ന ഒരാൾ മാഗധത്തിലുണ്ട്. മാഗധപുത്രി മനോമുഖി. ആ രാജപുത്രി കാത്തിരിക്കുന്നു അങ്ങയെ. അടിയൻ പലതവണ അങ്ങയെക്കുറിച്ച് മാഗധനോട് പറഞ്ഞറിഞ്ഞുണ്ടായ മോഹം. പോകും. മാഗധത്തിന്റെ മായയെ തോൽപ്പിച്ച് ഒരു നാൾ എത്തും അവിടെ. 7 ഗോപുരങ്ങളും 7 മതിലുകളും കാവൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ഭടന്മാരും അറിയാതെ. ഭഗവാനെ, എനിക്കും കാണണം ചന്ദ്രഭട്ട ആ സൗന്ദര്യ സൗഭാഗ്യത്തെ. കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. അടിയൻ മടങ്ങുന്നു. കിട്ടിയ ദർശന പുണ്യത്തോടെ വീണ്ടും കാണാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ. തിമർക്കിട്ടതാണ്. എല്ലാം ഇനി അവനിലൂടെ. കുഞ്ഞേ, ഉദയസിംഹ, ഇത്ര കാലവും ഞാൻ മഹാവതിയെ കാത്തുപോറ്റി. കഴിവുള്ള മന്ത്രിമാരുടെ, കരുത്തുള്ള സൈന്യാധിപന്മാരുടെ, സ്നേഹമുള്ള പ്രജകളുടെ സഹായത്താൽ ഇന്ന് ഈ ഉടവാളിനും കിരീടത്തിനും പകരം ഈ സിംഹാസനത്തിൽ ഉറച്ചിരിക്കാൻ വേണം ഒരാൺകരുത്ത്. ഉണ്ടല്ലോ ആ ആൺകരുത്ത്, എന്റെ ഉദയസിംഹൻ. ജ്യേഷ്ഠ, ജന്മം കൊണ്ട് ഞാൻ ജ്യേഷ്ഠൻ. മറ്റെല്ലാം കൊണ്ടും ജ്യേഷ്ഠൻ മാത്രമല്ല, ശ്രേഷ്ഠനും നീയാ. നിന്റെ തണലില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? ഈ പ്രപഞ്ചമുണ്ടോടാ? സർവപ്രപഞ്ചത്തിലും ഞാനുണ്ട്, സർവപ്രപഞ്ചം എന്നിലും. പക്ഷേ ഈ മഹാവതിക്ക് അവകാശി എന്റെ ജ്യേഷ്ഠനല്ലാതെ മറ്റൊരാളില്ല. ഉണ്ട്. സാമന്തൻ, ദേവകി ദേവിയുടെയും ദേശരാജന്റെയും ഉപേക്ഷിക്കപ്പെട്ട പുത്രൻ, രേവതി നക്ഷത്രത്തിന്റെ ഗന്ധാന്തത്തിൽ കുലം മുടിക്കാൻ പിറന്നവൻ പോലും, സ്വന്തം അമ്മ പോലും കനിവ് കാട്ടാതെ കൊല്ലാൻ കൊടുത്തു വിട്ടവൻ. കുഞ്ഞേ, അതെ അതെ അതെ. അമ്മിഞ്ഞ പാലിന്റെ മധുരം നുണഞ്ഞു തീരും മുമ്പ് അമ്മയിൽ നിന്ന് വലിച്ചകറ്റപ്പെട്ടവൻ. അന്നു ഈ തിരുദൈവങ്ങളെ സാക്ഷിയാക്കി ഈ അമ്മയെ കരുതിക്കൂട്ടി വേദനിപ്പിക്കാൻ കുലം മുടിക്കാൻ പിറന്നവൻ കുലം മുട്ടിച്ചയാകുന്നു. ദേവകി മാതാവേ, ഞാൻ ജനിച്ചതോ എന്നെ ജനിപ്പിച്ചതോ കുറ്റം? അയ്യോ, കാളിന്തിയിലെ കുഞ്ഞോളങ്ങൾക്ക് കരുണ തോന്നിയതുകൊണ്ടും ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ പുരോഹിതൻ കണ്ടതുകൊണ്ടും വളർന്നു സാമന്തൻ. ദേവകി മാതാവേ, അന്ന് ഈ കുഞ്ഞു സാമന്തൻ ചോദിക്കുമായിരുന്നു, ആരെങ്കിലും എന്റെ അമ്മയെ കണ്ടവരുണ്ടോ? പിന്നീട് നിങ്ങളോടുള്ള എന്റെ വെറുപ്പ് ശ്രീശങ്കരനിലേക്കുള്ള കുതിപ്പായിരുന്നു. ശ്രീശങ്കരൻ നിശ്ചയിക്കണം എനിക്കിനി എന്ത് സംഭവിക്കണമെന്ന്. എന്റെ അന്ത്യം പോലും വരും സാമന്തൻ ഇനിയും നിങ്ങളുടെ ശുഭമുഹൂർത്തങ്ങൾക്കൊരു ശാപമായി.
ചുണ്ടുപോളം അവൻ അമ്മയെ. അത് നോക്കി നിൽക്കാൻ കഴിയുമോ നമുക്ക്? കഴിയണം, കഴിഞ്ഞേ മതിയാകൂ. അവനൊന്ന് അഹങ്കരിക്കട്ടെ, ആവോളം കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ പശുക്കളെ കെട്ടിമുറുക്കി കൊണ്ടുപോകാൻ നോക്കുന്നു ആരോ. മറ്റാരുമല്ലത് സാമന്തനം. മഹാവതിയിൽ എന്തിനും എനിക്കുമില്ലേ അവകാശം? ഇല്ലെന്ന്. പശുതാനല്ലേ നീ? നിന്റെ കുറെ പശുക്കളെ സാമന്തൻ പിടിച്ചു കെട്ടി. എന്തേ പ്രതികരിക്കണ്ട? നിനക്ക് പ്രതികരിക്കണ്ടെന്ന്. അന്ന് മഹാവതിയിലെ കുതിരകളെ ചൊല്ലി മാഗധനുമായി തർക്കമുണ്ടായി. മഹാവതിയിലെ ദേശരാജനെ മാഗധപുത്രൻ കാളിയൻ കഴുത്ത് ചേർച്ചു കൊന്നു. എന്നിട്ട് അറുത്തെടുത്ത ശിരസ് ഉടവാളും ഈ പടിക്കൽ കാഴ്ചവെച്ചു. ഈശ്വരന്മാർ പിറന്നു വീണ ഇവിടെ എന്തേ ഇങ്ങനൊരു ദുർമുഹൂർത്തം ഉണ്ടായി? അത് തടയാൻ എന്തുകൊണ്ട് നിങ്ങൾ ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല? അതോ അതും എന്റെ ജന്മദോഷം കൊണ്ടോ? സാമന്ത, സ്വന്തം അമ്മയെ വൈധവ്യത്തിൽ നിന്ന് രക്ഷിക്കാനെങ്കിലും കഴിയുമായിരുന്നില്ലേ? എങ്കിൽ ഈ സിംഹാസനത്തിൽ ഈ ഉടവാളും കിരീടവും മാത്രം അവശേഷിക്കുമായിരുന്നോ? അതിന് പോലും കഴിയാത്ത നിങ്ങൾക്ക് പിന്നെ ഏത് ദൈവത്തിന്റെ മഹത്വം പ്രഭു? പിടിച്ചു കെട്ടിയ പശുക്കളുമായി മടങ്ങുക സാമന്തൻ. എതിർക്കാമെങ്കിൽ എതിർക്കാം. എതിർക്കാൻ ഞാനായാലും പോരെ. നീയോ? ഈ കാറ്റുമ്പോളും തടയാൻ നിനക്കാവില്ല ബലരാമ. നീ വെറും 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 ശിശുവാ ബലരാമ. നിന്നെ വേണ്ട ജ്യേഷ്ഠ, വിട്ടേക്ക്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആഹ്ലാദന അറിഞ്ഞു. ഈ ഉടവാൾ കയ്യിലുള്ളിടത്തോളം ശ്രീശങ്കരന്റെ തൃശൂലത്തിനെ എന്നെ കീഴടക്കാൻ കഴിയും. അത് സാമന്തൻ നേടിയ ബലം, വരവും. നീയും അവനെ ഭയക്കുന്നു. ജ്യേഷ്ഠ, എങ്കിൽ ആയുധമെടുക്കരുതോ അവനെതിരെ? സാധ്യമല്ല. സാധ്യമല്ലെന്നോ? അതെ, അവന്റെ കൈകളിൽ ആ ഉടവാൾ ഉള്ളിടത്തോളം കാലം അവനെ തോൽപ്പിക്കുക അസാധ്യമാണ്. മാത്രവുമല്ല, അവൻ നിരായുധനായി നിന്നാലും അവനെ നേരിടാൻ കഴിയില്ല ആർക്കും. ആയുധമില്ലാതെ നിൽക്കുന്ന അവനെ എതിർക്കുന്നവരെ നേരിടാൻ ആയിരക്കണക്കിന് രുദ്രന്മാർ പടക്കളത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ചങ്ങല കൊണ്ടോ പാശം കൊണ്ടോ ബന്ധിക്കാൻ കൂടി ആർക്കും കഴിയില്ല അവനെ. ജ്യേഷ്ഠഭ്രാതാവേ, ആർക്കെങ്കിലും അവനെ കീഴടക്കണമെങ്കിൽ വർഷത്തിൽ അവൻ ആയുധം തൊടാത്ത ഒരു ദിനമുണ്ട്, ദുർഗാ നവമി. അതും ആയുധം കൂടാതെ വേണം അവനെ നേരിടാൻ. ഇത്രകാലം അവനെ സഹിക്കേണ്ടി വരും നമുക്ക്. രേവതി നക്ഷത്രത്തിന്റെ ഗണ്ഡാന്തത്തിൽ ജനിച്ച അവൻ കുലം മുടിക്കുമെന്ന് പ്രവചനം. നനച്ചിരിക്കാത്ത നേരത്ത് കാരണവർ വസുമാന്റെ മരണം. പിന്നീട് ആരും കാത്തുനിന്നില്ല. കൊല്ലാൻ കാളിന്തിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അപ്പോ സർവകാലവും അവനെ സഹിക്കണമെന്നോ? ആഭീരവംശത്തിന് ആശ്രയിക്കാൻ, അവരോട് ആജ്ഞാപിക്കാൻ ഒരാൾ വേണം ഈ സിംഹാസനത്തിൽ. ആഭീരവംശം ആനന്ദിക്കുമെങ്കിൽ ഗേരെ പിണ്ടവും ദാനവും പിതൃപൂജയും കഴിഞ്ഞ് മടങ്ങി വന്നാകാം എല്ലാം. അമ്മേ, അമ്മേ, ആഭീരനാരികളുടെ മംഗലഗീതങ്ങളും പശുക്കുട്ടികളുടെ ഒച്ചയും ഒന്നും എങ്ങും കേൾക്കുന്നില്ലല്ലോ. അമ്മയും മൗനം ഭജിക്കുന്നോ? സാമന്തൻ, അവന് ജീവനോടൊന്ന് കാണാൻ ഈ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ അവന്റെ ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ അവനോട് പറയാൻ കഴിയുന്നേ? മനഃപൂർവ്വം ഞാൻ അവനെ ഉപേക്ഷിച്ചതല്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ അവൻ? ഇല്ല, വിശ്വസിക്കില്ലവൻ. പിന്നെന്ത് ചെയ്യണം? അവനെ എനിക്ക് സ്വന്തമാക്കാൻ, സ്നേഹിക്കാൻ, ലാളിക്കാൻ? അതോ വെറുപ്പ് മാത്രം അവൻ എന്നോട്?
ഉദയസിംഹ, അതിൽ നിന്ന് അവനെ മാറ്റാൻ ആർക്കും കഴിയില്ലേ? ആർക്കും ഇല്ല. എല്ലാത്തിനും നിനക്ക് കഴിയുമല്ലോ. കൊല്ലാനും വെല്ലാനും ശിക്ഷിക്കാനും രക്ഷിക്കാനും എല്ലാം കഴിയില്ലേ? കഴിയില്ലേ എന്ന് അതിന് വേണ്ടിയല്ലേ നീ? അമ്മേ, കഴിയും. നിനക്ക് കഴിയാത്തതായിട്ട് എന്ത്? അവന്റെ കുറ്റം കൊണ്ടല്ലോ അവൻ ഇങ്ങനായി പോയത്. കുഞ്ഞേ, അമ്മ നിന്നോടൊന്ന് അപേക്ഷിച്ചോട്ടെ. കൊല്ലല്ലേടാ നീ അവനെ. അമ്മേ, സ്നേഹത്തിൻ വാതിങ്കത്തൂവൊളി തൂകുന്നു നന്മ മനസ്സല്ലോ അമ്മ, നന്മ മനസ്സല്ലോ അമ്മ. പച്ചമണ്ണുരുട്ടിയായാലും ഇവിടെ പിണ്ടം വെച്ചാൽ വെക്കുന്നവരുടെ സർവ്വ പാപവും തീരുമെന്ന വിധി ചന്ദ്രഭട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീരാമചന്ദ്രന്റെ കാലത്ത് ഇവിടെ വന്ന് പിണ്ടം വെച്ചിട്ടുള്ളവരുടെ പിതൃ നേരിട്ട് വന്ന് പിണ്ടം വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെന്ന്. നിത്യവും മക്കൾക്ക് വേണ്ടി പാലും വെണ്ണയും കൊടുക്കുന്ന ഈ തൃക്കൈ കൊണ്ട് പച്ചമണ്ണ് ഉരുട്ടിയായാലും മതി. ഇത്തിരി പിണ്ടം വെക്കുന്നോ? എനിക്ക് ഇരിക്ക പിണ്ടം. കൊന്നില്ലേ നിങ്ങളെന്നെ? ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് സാമന്തൻ. കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും കണ്ണുപൊട്ടലെ പോലെ കാതുപൊട്ടലെ പോലെ സാമന്തൻ കഴിഞ്ഞത്. മറ്റുള്ളവരെന്നെ നോക്കി പരിഹസിക്കുന്നത് കാണാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്. ശാപജന്മമേൽ. ദേവകി മാതാവേ, നിങ്ങൾ ഏത് സുഹൃത ലോകത്തിലെത്തി കർമ്മം ചെയ്താലും തീരില്ല നിങ്ങളുടെ പാപം. 100 ദൈവങ്ങളെ പ്രസവിച്ചാലും തീരാത്ത പാപങ്ങൾ. നീ പറയുന്നത് എന്തും കേൾക്കാൻ വിധിക്കപ്പെട്ടു പോയില്ലേ ഞാൻ? നീ എന്നെ വിശ്വസിക്കാത്തത് കൊണ്ട്. ഇനി എന്നെ വിശ്വസിപ്പിച്ചിട്ട് എന്ത് നേടാൻ നിങ്ങൾക്ക്? മനഃപൂർവ്വം നിങ്ങൾ എന്നെ കൊല്ലാൻ കൊടുത്തു വിട്ടതല്ലെങ്കിൽ ആ കുഞ്ഞിനൊപ്പം മരിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക്. മാതൃത്വത്തിന്റെ മഹത്വം തെളിയിക്കാൻ എങ്കിൽ ആ വീരവംശത്തിൽ 2 ദൈവങ്ങളെ പ്രസവിച്ച അമ്മയെന്ന ഖ്യാതി നേടാൻ കഴിയാതെ പോയനെ അല്ലേ? നിങ്ങളോടോ നിങ്ങളുടെ മക്കളോടോ എനിക്ക് സ്നേഹമോ മമതയോ ഇല്ല. ഞാൻ കരുതുന്ന നന്മ മുഴുവനും മാഗധനുള്ളതാ. മാഗധത്തിനും. ആ മാഗധനും നിന്നെ തള്ളിപ്പറഞ്ഞാലോ? മാഗധൻ എന്തിനെന്നെ തള്ളിപ്പറയുന്നോ, തെറ്റിദ്ധരിക്കുന്നോ അത് മാറ്റാൻ, സത്യം ബോധ്യപ്പെടുത്താൻ നിന്നെയോ നിന്റെ ഈ അമ്മയെ പോലും കൊല്ലാൻ മടിക്കില്ല സാമന്തൻ. സാമന്ത, ഇപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നു രേവതി നക്ഷത്രത്തിന്റെ ഗണ്ഡാന്തം ശരിക്കും സാമന്തനാണെന്ന്. ദേവകി മാതാവേ, അത് തീർത്താലും തീരില്ല. അത്രയ്ക്ക് കഠിനമാ, കഠിനം. പക്ഷേ നിന്റെ ഉടവാൾ കൊണ്ട് തീരില്ല സാമന്ത. എന്തായാലും എന്റെ ജന്മം. നമ്മുടെ അമ്മ ഒരു സാധുവാ സാമന്ത. വെറുതെ വേദനിപ്പിക്കരുത് നീ.
അപ്പോൾ മാഗധനെ ഞാൻ മറക്കണമെന്നോ, വെറുക്കണമെന്നോ? ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ പടനിലത്തിൽ മുക്രയിട്ടടുക്കുന്ന കാളയെ തന്ത്രത്തിൽ തളയ്ക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയതാ എന്നെ മാഗധൻ. സാമന്ത, പ്രഭു, പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ വേണ്ടത് ചെയ്തോളൂ. കൽപ്പന പോലെ. അവൻ പറഞ്ഞ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും എന്നെ. ഞാൻ മാഗധൻ. ഞാൻ ഉദയസിംഹൻ. അതും അവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മാഗധത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്കുമുണ്ട്. ആ, അങ്ങനെ വേണമല്ലോ. അതുകൊണ്ട് മുമ്പ് മഹാപതിയും മാഗധവും തമ്മിലുള്ള വൈരം നമുക്ക് ഉപേക്ഷിക്കാം. മേലിൽ മിത്രമായി കഴിയുന്നു നമുക്ക്. സാമന്തൻ അനുവദിക്കുമോ? ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നവൻ. അന്ന് മഹാവതിയിലെ അത്ഭുത കുതിരകളെ കാണാനുള്ള കൗതുകം ഒരു സന്ദേശം കൊടുത്തു വിട്ടു മഹാവതിയിലേക്ക്. അംഗീകരിച്ചില്ല നിങ്ങളുടെ പിതാവ് ദേശരാജൻ. അത് പിന്നെ തർക്കമായി വലിയൊരു യുദ്ധമായി. ഒടുവിൽ ദേശരാജന്റെ മരണത്തിന് പോലും ഇടയായി. മഹാവതിയുടെ മിത്രങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആ കുതിരകളെ കാണാൻ കഴിയില്ല പോലും. ആ കുതിരകൾ ഇപ്പോഴും എനിക്കൊപ്പമുണ്ട്. മഹാവതിയിലെ ദേശരാജൻ 12 വർഷം സൂര്യനെ തപസ് ചെയ്ത് നേടിയ ദിവ്യാശു പപീഹകൻ. അവന് ഹരണി എന്ന പെൺകുതിരയിൽ ജനിച്ച 4 സന്തതികൾ: ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകൻ. എനിക്കൊന്ന് കണ്ടൂടെ? കാണാലോ. ദേ നിൽക്കുന്നു ആ വൃക്ഷച്ചോട്ടിൽ തലയുയർത്തി. ആ വൃക്ഷച്ചോട്ടിലോ? അതെ. അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല എനിക്ക്. സൂക്ഷിച്ചു നോക്കണം മഹാരാജൻ. ഉദയസിംഹ, നീ പരിഹസിക്കുന്നു. അല്ല, പരമാർത്ഥം ബോധ്യപ്പെടുത്തിയത്. മഹാവതിയുടെ മിത്രങ്ങൾക്കല്ലാതെ അവയെ കാണാൻ കഴിയില്ല ആർക്കും. ആകില്ല മാഗധ, അങ്ങേക്കെന്റെ മിത്രമാകാൻ. ഏത് ജന്മത്തിലും ശത്രുവ അങ്ങേക്ക്. എങ്കിൽ നിന്റെ മിത്രം എനിക്കൊപ്പമുണ്ട്. ആർക്കും അജയ്യനായി, അതുല്യനായി, നിന്റെ ശത്രുവായി. ആ ശത്രു ഞങ്ങൾക്ക് മാത്രമാകുന്ന ഒരു ദിവസം വരും മാഗധ. ഞങ്ങളുടെ മിത്രമായി. ഈ ജന്മത്ത് പിന്നെ മാഗധ വരും. എന്റെ പിതാവിനെ കൊന്നതിലുള്ള വൈരം കൊണ്ട് മാത്രമല്ല, വരും മാഗധം തേടി ഞാൻ. എങ്കിൽ മാഗധത്തിന്റെ മായയെ ജയിക്കാൻ നിനക്ക് കഴിയില്ല ഉദയസിംഹ. പുറപ്പെടാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കാം. മറ്റു രാജാക്കന്മാർ അങ്ങയുടെ യാത്ര പറയാൻ. കൂട്ടത്തിൽ നേത്രസിംഹൻ പോലും, സമുദ്രദേശത്തെ നേത്രസിംഹൻ. അദ്ദേഹത്തിന് അവിടുത്തെ പ്രിയപുത്രൻ കാളിയനോട് വല്ലാത്ത താല്പര്യം. നേത്രസിംഹൻ ശ്രേഷ്ഠനാണ്. ഇന്ദ്രൻ കൊടുത്ത പൊന്നുടുക്കിന്റെ ഉടമ. കണ്ടോളാം ഞാൻ. പിന്നെ സാമന്ത, നീ കാണുന്നുണ്ടോ ആ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 4 വെള്ളക്കുതിരകൾ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എന്തിന്? വെറുതെ ഒന്ന് കാണാലോ. അവിടെ ഞാനൊന്നും കാണുന്നില്ല മഹാരാജൻ. കാണുന്നില്ലല്ലോ? കാണുന്നില്ല മഹാരാജൻ. വെളുത്തതോ കറുത്തതോ ചുമന്നതോ യാതൊന്നുമില്ല അവിടെ. അപ്പോൾ ഉദയസിംഹ, എന്നെപ്പോലെ ഇവനും നിങ്ങളുടെ ശത്രുവാണ്. ഉഗ്ര ശത്രു. ബോധ്യപ്പെട്ടില്ലേ? ഈ ഇവനാണോ ഈ ജന്മത്ത് നിങ്ങളുടെ മിത്രമാകുന്നത്? ആ മോഹം അങ്ങ് ത്യജിച്ചേക്കൂ ഉദയസിംഹ. വീണ്ടും ഞാൻ കൽപ്പിച്ചു പറയുന്നു, സാമന്തനെ മിത്രമാക്കാൻ കഴിയില്ല നിനക്ക്. എന്നാൽ എന്ന് ഞാൻ മാഗധത്തിലെത്തുന്നു, അന്നു മുതൽ മാഗധൻ നിന്റെ ശത്രു. ഉദയസിംഹ, നീ ഇവനെ സഹിച്ച് നമ്മൾ ഇല്ലാതാകുമോ? ഇപ്പോ എനിക്കൊപ്പം ഒന്ന് വരണേ. നീ
സമുദ്രദേശത്തെ നേത്രസിംഹനെ നമുക്കൊന്ന് കാണണം. അയാളുടെ പുത്രി സ്വർണവതി. സ്വർണവതിയെ സ്വന്തമാക്കണമെന്ന്. കൊള്ളാം കൊള്ളാം. സമുദ്രദേശത്തെ നേത്രസിംഹന് മാഗധപുത്രൻ കാളിയനോടാ താല്പര്യം. അപ്പോൾ അവിടെയും ഞാൻ നിങ്ങൾക്ക് ശത്രു, എവിടെയും നിങ്ങൾക്ക് ഞാൻ ശത്രു. ഇവന് മുന്നിൽ കലി എത്ര സാധു. ഹോ, സഹികെട്ടിവനായിരിക്കും. പക്ഷെ ഉദയസിംഹ, നീ ഇവനെ സഹിക്കുന്നതിന് പിന്നിൽ എന്ത് നിഗൂഢതയാണുള്ളത്? ഇപ്പോൾ നമ്മൾ മഹാവതിയിലേക്ക് പോകുന്നു. അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ടവർ. മഹാവതിയുടെ സിംഹാസനത്തിലിരിക്കുന്ന ഈ മഹാപുരുഷനെ ആർപ്പ് വിളിച്ചെതിരേൽക്കാൻ. അപ്പോൾ ആഭീരവംശത്തിന് ആഹ്ലാദമായി തീരും ഈ ആഹ്ലാദം. പിന്നെ നമ്മൾ പോകും ഒരുമിച്ച് നേത്രസിംഹനോട് സ്വർണവതിയെ ചോദിച്ച്. നിന്റെ കൈകൾ കൊണ്ട് തന്നെ ആവട്ടെ അഭിഷേകവും കിരീടധാരണവും. സാധ്യമല്ല. പറഞ്ഞതല്ലേ ഞാൻ ഈ സാമന്തനും മഹാബലിക്ക് അവകാശിയാണെന്ന്? അല്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ദേവകി മാതാവ് പറയട്ടെ ഞാൻ ഇവരുടെ പുത്രനല്ലെന്ന്. പറയണം ദേവകി മാതാവേ, പറയണം. ഇല്ലില്ല, കഴിയില്ല. കുറ്റബോധം കൊണ്ട് കുനിഞ്ഞ ഈ ശിരസ് ഉയരില്ല, നാവ് പൊങ്ങില്ല. ആഭീരവംശത്തിൽ അതറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ. കണ്ണു വിരിയും മുമ്പ്, നാവ് രുചി അറിയും മുമ്പ് കൊല്ലാൻ കൊടുത്തുവിട്ടതായല്ലേ. ഈ അമ്മയെ എന്ത് പേരിട്ട് വിളിക്കണം? നിന്നയെന്നോ, നീതയെന്നോ, നികൃഷ്ടയെന്നോ? ഇനി ഈ മക്കൾ തമ്മിൽ പൊരുതി ജയിക്കുന്നവരെ ഈ സിംഹാസനത്തിലേക്കും. അത് ഇന്നോ നാളെയോ അടുത്ത നാളെയോ എന്തായാലും. എങ്കിൽ നീ എടുത്തോ ആയുധം ഈ നിമിഷം. ജ്യേഷ്ഠ, വേണ്ട, തടയണ്ട. എങ്കിൽ ആ ഭീരവംശം മുഴുവൻ നോക്കി നിൽക്കെ നിന്റെ അമ്മയുടെ മുന്നിലിട്ട് നിന്റെ ശിരസ് വെട്ടി ആ ചോര കൊണ്ടായിരിക്കും സാമന്തന അഭിഷേകം. വാ, നീ പുറത്തേക്ക് വാ, ഞാൻ കാത്തു നിൽക്കാം. അല്ലെങ്കിൽ ദേവകി മാതാവ് എന്റെ കാല് പിടിച്ചെന്നോട് യാചിക്കണം, നിന്റെ ജീവന് വേണ്ടി. നിൽക്കു നീ. ആഭീരവംശത്തിലെ മുന്തിയ ഓരോ ജനത്തിനും അറിയാം ഇത്രയും കാലം നിനക്ക് വേണ്ടി ഞാൻ വേദനിച്ചത്, പ്രാർത്ഥിച്ചത്. അവരെ മുഴുവൻ സാക്ഷി നിർത്തി പറയുന്നു, ഈ നിമിഷം മുതൽ സാമന്ത നിന്നെ ഞാൻ വെറുക്കുക. രണ്ടാമത്തെ ജനിച്ച നീ കുലം മുടിക്കാനല്ല, നിന്നെ തന്നെ മുടിക്കാൻ പറഞ്ഞതാ.
വേണ്ടിനി മഹാവതിക്കൊരു മൗനം. നമ്മുടെ മംഗളകർമ്മങ്ങളെ തടയുക, ഇല്ലാതാക്കുക, അതവന്റെ പ്രതിജ്ഞയാണെന്ന് തോന്നുന്നു. മാത്രമല്ല, നമ്മുടെ ഓരോ മുഹൂർത്തവും അവനെ അറിയിക്കാൻ മഹാവതിക്ക് ചുറ്റുമുണ്ട് അവന്റെ പക്ഷക്കാർ. മാളവനും മഞ്ചീരനും ഒക്കെ ഭയം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്. നമ്മോടുള്ള പക ഒഴിയുമെങ്കിൽ ഈ സിംഹാസനം അവിടെ തന്നെ കൊടുക്കരുതോ നമുക്ക്? ഇല്ല, മഹാവതിയുടെ സിംഹാസനം ആ രാക്ഷസിന് ഇരിക്കാനുള്ളതല്ല. വേണ്ടി നമുക്കവനെ പകയുടെ മാത്രം പ്രതിരൂപത്തെ, ജന്മം കൊടുക്കേണ്ടി വന്ന ശാപത്തിന്. അവനെ ഞാൻ വെറുക്കുക മാത്രമല്ല, മറക്കുക എന്നേക്കുമായി. ഉദയസിംഹ, മുടങ്ങിയതൊക്കെ നടക്കണം ഇവിടെ. നീ വിചാരിച്ചാൽ എല്ലാം നടക്കും. ഉദയസിംഹ, തന്റെ ചിന്തകളും വിചാരങ്ങളും ഊഹിക്കാൻ പോലും കഴിയില്ല മറ്റാർക്കും. നീ നിശ്ചയിക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. എന്തേ നീ നിസാറിനെ പോലെ ഒക്കെയും നോക്കി നിൽക്കുന്നു? ഇപ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് ആ കാട്ടുകമ്പൂരത്തിൽ കലിയും ഭാര്യയും മ്ലേച്ഛയും. എന്റെ ഈ അവതാര ദർശനത്തിനായി. അതുവരെ ആടിത്തിമിർക്കിട്ടവൻ. പിന്നെ തുടങ്ങും നമ്മൾ. കർമ്മണാൽ ജായതേ ജന്തു കർമ്മണൈവ ഹി ലിയതേ. പരീക്ഷിച്ച് മഹാരാജാവ് കളിച്ചിരിക്കാൻ നൽകി 5 സ്ഥാനങ്ങൾ എനിക്ക് മാത്രമായി. തൂതു നടക്കുന്നിടം, മദ്യസേവ ചെയ്യുന്നിടം, സമ്പത്ത് കുന്നുകൂടുന്നിടം, കെട്ട സ്ത്രീകളുള്ളിടം, അരുങ്കൊല ചെയ്യുന്നിടം, ഈ പറഞ്ഞിടത്തല്ലാതെ മറ്റെങ്ങും ഞാൻ ഉണ്ടാകാൻ പാടില്ലെന്ന വ്യവസ്ഥ. പക്ഷേ കാലം മാറിയപ്പോ കളിക്ക് സ്ഥാനമില്ല. അവിടെ പൃഥ്വിരാജനും മാഗധനും സാമന്തനും ഒക്കെ ആ സ്ഥാനം. എടി മ്ലേച്ഛേ, കണ്ടോ അവിടെ കാണും നമ്മുടെ തമ്പുരാന്റെ തിരുരൂപം? കണ്ടു. പെരുമീൻ ഉദിച്ചു കണ്ടതും തിരുരൂപം തെളിഞ്ഞു കിട്ടിയതും നമ്മുടെ തമ്പുരാൻ വരുന്നതിന്റെ സൂചനയാണ്. ഇത് ഇവിടെ അങ്ങോട്ട് ഉറപ്പിച്ച് ആഘോഷിക്കാൻ നമുക്ക്, നമ്മുടെ തമ്പുരാൻ വരുവോളം.
നിന്നു കണ്ടെങ്കിൽ അനാളെ കാക്കുന്ന നമ്മുടെ തമ്പ്രാൻ മലരുടെ തൂങ്ങുന്ന തമ്പ്രാൻ എന്നുവരും ഞങ്ങളുടെ തമ്പ്രാൻ എന്നുവരും ഞങ്ങളുടെ തമ്പ്രാൻ എന്നുവരും ഞങ്ങളുടെ തമ്പ്രാൻ എന്നുവരും ഞങ്ങളുടെ വന്നേ, ഞങ്ങളുടെ തമ്പുരാൻ വന്നേ. അടിയന്റെ സ്ഥാനങ്ങൾ മുഴുവൻ അവർ അപഹരിച്ചെടുത്തു. എന്റെ സ്ഥാനങ്ങൾ എനിക്ക് കിട്ടാതെ പോയാ കണ്ടിടത്തൊക്കെ കഴിയേണ്ടി വരും കളിക്ക്. പിന്നെ കണ്ടില്ലെന്ന് വരും. നന്മയുള്ളതൊന്നും ഇവിടെ പരസ്പരം കൊന്നും തിന്നും മുടിയും സർവരും. മുഴുവൻ ദുഷ്ടദസ്സുക്കളെയും മുടിച്ച് നിനക്ക് നിന്റെ സ്ഥാനം നൽകും കലേ. പിന്നെ കൽക്കിക്കുള്ളത് ഒടുവിൽ സത്യയുഗത്തിന്റെ വരവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നതല്ലേ വാക്ക്. അത് കഴിഞ്ഞ് ഭൂമി വിട്ട് മടങ്ങും ഞാൻ. ഭഗവാനെ, അവിടുന്ന് അനുഗ്രഹിച്ചേകിയ പൊന്നുടുക്കിന്റെ ഉഗ്രധ്വനി കേട്ട് ശത്രുക്കൾ പടക്കളത്തിൽ വീണ് കിടക്കുന്നു. അകത്തേക്ക് വരാമോ എനിക്ക്? വരണം മഹാരാജൻ, വരണം. നേത്രസിംഹൻ തക്ക സമയത്തെത്തി മാകുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ കാണാനും അറിയാനും കഴിയുമായിരുന്നു. ഈ ഉടുക്കും ഇതിന്റെ ഉഗ്രധ്വനിയും അങ്ങേക്ക് മാത്രം കൈവന്ന മഹത്വം നേത്രസിംഹൻ. പിന്നെ അങ്ങയുടെ സന്ദേശപ്രകാരം എത്തി സാമത്തിനോടൊപ്പം ഇവിടെ എന്റെ പുത്രന് വേണ്ടി അങ്ങയുടെ പുത്രി സ്വർണവതിയെ ചോദിച്ചു. ഏറെ കൊതിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾക്കുണ്ടായ സന്തതിയാണവൾ. ഉചിതമായ കൈകളിൽ കൊടുക്കണം. അത് ഞങ്ങളുടെ നിശ്ചയം. അങ്ങയുടെ പുത്രൻ അതിനർഹനാണെന്നറിഞ്ഞ അങ്ങനെ ഒരു സന്ദേശം കൊടുത്തയച്ചത്. അങ്ങനെ ഒരു സന്ദേശം മഹാവതിയിലും എത്തിയിരുന്നു മഹാരാജൻ. സമുദ്രദേശത്ത് നേത്രസിംഹന്റെ പുത്രി സ്വർണവതി വളർത്തുകിളിവശം ജ്യേഷ്ഠന് കൊടുത്തയച്ച സന്ദേശം. സ്വന്തം പിതാവിനെ തോൽപ്പിച്ചാണെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന്. എന്റെ പുത്രിയോ? എങ്കിൽ അവൾ നിങ്ങളെ പരിഹസിച്ചതാണ് ഉദയസിംഹൻ. അവൾക്കറിയാം ഇന്ദ്രദത്തമായി ഈ പൊന്നുടുക്ക് ഇവിടെ ഉള്ളിടത്തോളം അവളുടെ പിതാവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. അംബികാദേവി ഇന്ദ്രന് കൊടുത്ത പൊന്നുടുക്ക് അത് ഇന്ദ്രൻ അങ്ങേക്ക് സമ്മാനിച്ചു. ആ മഹാദേവിയെ സ്തുതിച്ചും സ്മരിച്ചും ഈ പൊന്നുടുക്കിന്റെ മായിക ശക്തിയെ നമിച്ചും ഇതിന്റെ ഉഗ്രധ്വനി കേട്ട് മയങ്ങി വീണ എന്റെ ജനങ്ങളെ ഞാൻ ഉജ്ജീവിപ്പിക്കാൻ പോകുന്നു. അത് കണ്ടോളൂ. നേത്രസിംഹ, എന്റെ ജനം ഇരട്ടിക്കരുത്തോടെ നിൽക്കുന്നു. ഈ പൊന്നുടുക്കുകുട്ടി വീണ്ടും അവരെ വീഴ്ത്താൻ കഴിയുമോ അങ്ങേക്ക്? കഴിയില്ല നേത്രസിംഹ, കഴിയില്ലെന്ന്. അത് നമ്മുടെ അഭിമാനമാണ്. ഇവന്റെ ദുഷ്പ്രഭാവം തകർന്നു വീഴുന്ന നിമിഷം എടുക്ക്, നോക്കി നിൽക്കാതെ എടുക്കാൻ. ഇവന്റെ നെഞ്ച് തകരും വിധം കേൾക്കട്ടെ ആ നാദം. നേത്രസിംഹ, അല്ലെങ്കിൽ വെട്ടിപ്പിളർക്കും ഞാനിത്. എന്നിട്ട് ഉടവാളുമായി ചെല്ലും. ജീവനോടെ പോകില്ല പിന്നെ ഒരുത്തനും. സ്വർണ്ണവലയെ ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ല, സമുദ്രദേശം ഒരു യുദ്ധഭൂമിയാക്കാൻ കൊതിക്കുന്നില്ല നേത്രസിംഹൻ. എന്റെ പുത്രി അവൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞ് സ്വീകരിക്കട്ടെ. നേത്രസിംഹ, ക്ഷണിച്ചു വന്നവരാണെങ്കിൽ ക്ഷമിച്ചു നീ കരുതണ്ട. ഈ പൊന്നുടുക്കിന്റെ മഹത്വം ഇവിടെ തീർന്നെന്ന് നിശ്ചയിച്ച് മടങ്ങുന്നതിന്. പക്ഷെ മാനവപുത്രൻ കാളിയന്റെ മനസ്സിലിണങ്ങിയ പെണ്ണ്
അവനുള്ളതല്ലെങ്കിൽ മറ്റൊരുവനെയും സ്വീകരിക്കില്ല തന്റെ പുത്രി. മാഗതന്റെ കൽപ്പന. സാമന്തന്റെ നിശ്ചയവും. നേത്രസിംഹ, നിങ്ങൾ തുറുങ്കിലടച്ച എന്റെ ജ്യേഷ്ഠനെ ഞാൻ കൊണ്ടുപോകുന്നു. തടയാൻ നിൽക്കില്ലെന്ന ഉറപ്പോടെ. തെറ്റു പറ്റിപ്പോയി, ക്ഷമിക്കണം. അങ്ങയുടെ ശത്രുപക്ഷത്തുള്ളവർ ഒന്നടങ്കം പറഞ്ഞപ്പോ ഞാനും അവർക്കൊപ്പം ചേർന്നുപോയി. ഏത് ജന്മത്തിലും സ്വർണവതി ജ്യേഷ്ഠന് സ്വന്തമാണ് നേത്രസിംഹൻ. ഈ ജന്മത്തിലും ഭഗവാനെ, ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചെയ്യാം. വരും വരും മഹാവതിയിലേക്ക് അടിയൻ എന്റെ പുത്രിയുമായി. അതൊക്കെ ഇനി ജ്യേഷ്ഠൻ തീരുമാനിക്കട്ടെ. വേണ്ടിവരും ഈ പൊന്നുടുക്കിന്റെ നാദം നമുക്ക്. ശത്രുക്കളെ വീഴ്ത്താൻ കൂടെ ഉണ്ടാവണം. തീർച്ചയായും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭഗവാനെ ശങ്കര, പാണ്ഡവ ശിബിരം തകർക്കാൻ അശുദ്ധാമാവിന് ശക്തിയേകിയ ശങ്കര ഭഗവാന്റെ തമോമൂർത്തിയെ നിത്യവും സാമന്തൻ നൊന്തു വിളിക്കുന്നു, ആരാധിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട്. കാരണം പാണ്ഡവരെ ശപിച്ച ഭഗവാൻ കോപം പൂണ്ട് പണ്ട് താണ്ഡവമാടിയതാണ് ഇവിടം. ഓം രുദ്രശക്തിയേ നമ. ഓം തമോമൂർത്തിയേ നമ. എനിക്കറിയാം നീ ഇവിടെ ഉണ്ടാകുന്നത്. ആ നേത്രസിംഹനെ വെറുതെ വിടില്ല സാമന്തൻ. തൽക്കാലം ഞാൻ പറയുന്നത് നീ കേൾക്കണം. പറയുകയല്ല, കൽപ്പിക്കുകയാണ് വേണ്ടത്. അവരുടെ ഗൂഢമാർഗങ്ങൾ അറിയാനും തടയാനുമുള്ള വാക്ക്. പോകണം നീ മഹാവതിയിലേക്ക്, അവരോട് ബന്ധം ഭാവിച്ച്. ഇല്ല ഇല്ല പ്രഭു, സാധ്യമല്ലത്. കളിയായിട്ടും കാര്യമായിട്ടും അവരോടുള്ള ബന്ധം എനിക്ക് വേണ്ട. അതോ അവിശ്വസിച്ചു തുടങ്ങിയോ അവിടുന്ന് ഈ സാമന്തനെ? എന്റെ കഴിവും കരുത്തും കെട്ടുപോയെന്നും. സാമന്ത, നേരിട്ട് നിന്ന് പോരാടുന്നത് സാമന്തന് ഇഷ്ടം. സാമന്തൻ ആയുധം തൊടാത്ത ഒരു ദിവസം ആ ദുർഗാനവമി വെളുത്താൽ പിന്നുള്ള പകലുകളും രാവുകളും സാമന്തൻ അഹങ്കരിക്കാനുള്ളതാ. അഹങ്കരിക്കും ഞാൻ. അങ്ങ് മടങ്ങണം. മനം പുഴുക്കൽ ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ ആ ധമമൂർത്തിയെ. വരും വരായികൾ നേരിടാനുള്ള പുതിയ കരുത്തിന് വേണ്ടി. ഇവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കും എന്റെ ഭഗവാൻ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭഗവാനെ, മഹാദേവ, എത്ര നാളായി കാത്തിരിക്കുന്നു ഞാൻ ഒന്ന് കാണാൻ ആ സുന്ദര സ്വരൂപത്തെ. 7 വാതിലുകളും 7 ഗോപുരങ്ങളും കാവൽ നിൽക്കുന്ന 1000 കാലാളും അറിയാതെ എന്റെ അരികിലെത്താൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഏഴ് മതിലുകളും 7 ഗോപുരങ്ങളും കാവൽ നിൽക്കുന്ന 1000 കാലാളും അറിയാതെ എത്തി ഇവിടെ. അവിടുന്ന് ആദ്യമുള്ളവൻ, പിന്നെ മധ്യത്തിലും അവസാനം ശേഷിക്കുന്നതും ഞാൻ. ഇവിടെ ചില രഹസ്യങ്ങൾ അറിയാൻ വന്നു, മറ്റാരും കാണാതെ. മാത്രമല്ല, മാരകത്തിലൊരു സുന്ദരിയുണ്ടെന്ന് കേട്ടു. ഒന്ന് കണ്ടു മടങ്ങാമെന്ന് വിചാരിച്ചു. ശരിക്കും അവിടുന്ന് പല ജന്മത്തിലും പലതായി പിറന്നു. പാപാരണ്യദപാനനും സന്താപാനല നാശകൻ, മഹാവതിയിലെ രാജകുമാരൻ. അങ്ങ് കണ്ടിട്ടുണ്ടെന്നെ. ഞാനോ? ഓർക്ക്, ഒത്തിരി ഒത്തിരി ഓർത്തു നോക്ക്. അതുവരെ മാഗധത്തിന്റെ രഹസ്യങ്ങളിൽ മുഴുകി ഞാനിവിടെ ഉണ്ടാകും. സ്വപ്നം കൊണ്ട് സ്വർഗം തീർക്കുന്ന സുന്ദര സൗഭാഗ്യം.
ആരിവളത്തൂടും ആരാവിൽ നിൻ മധുരം തേടി വരും നീ കണ്ടില്ലേ എന്നെ മാമലയിൽ മധുചന്ദ്രിക വിടരുമ്പോൾ വന്നിട്ടുണ്ടെന്ന് വരവന്തിനി നീയഴകേ മഞ്ഞണി മാമലയിൽ മധുചന്ദ്രിക വിടരുമ്പോൾ വന്നിട്ടുണ്ടെന്ന് വരവന്തിനി നീയഴകേ എല്ലാം അപ്രതീക്ഷിതമായി. പിന്നെ സാമന്തന്റെ അഭാവവും കാളിയനെ നമുക്ക് നഷ്ടമായി. കഴുത്തറത്ത് കൊന്നുകളഞ്ഞു അവനെ ആ ആഹ്ലാദൻ. എന്റെ പൊന്നു മോനെ. എന്റെ പൊന്നുമോൻ. മഹാരാജൻ കൽപ്പിക്കേ, ഇനി വേണ്ടതെന്നും. സാമന്ത കൽപ്പിച്ചോളൂ. എന്ത് കൽപ്പിക്കാൻ? കൽപ്പിച്ചാൽ നീ എന്റെ പക്ഷം നിൽക്കുമോ? നിൽക്കുമെന്ന് എന്തുറപ്പ്? മഹാരാജൻ, മഹാവതിയുമായി ഒരു ബന്ധവുമില്ലെന്ന് നീ പറഞ്ഞത് കളവല്ലേ? നമ്മൾ ഇരുവരുമല്ലാതെ മറ്റാരും അറിയാത്ത, അറിയിച്ചിട്ടില്ലാത്ത സംഗതി കാളിയെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന വസ്തുത എങ്ങനെ അറിഞ്ഞു നിന്റെ സഹോദരന്മാർ? അറിയില്ല, അറിയില്ല, എനിക്കറിയില്ല പ്രഭു. വിശ്വാസവഞ്ചന 100 ജന്മം ജനിച്ചാലും തീരാത്ത പാപമാണ്, മഹാപാപം. ഞാൻ വിശ്വാസവഞ്ചന ചെയ്തു. അതെ, മഹാവതിയിലേക്ക് മടങ്ങാൻ, അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കാൻ അത് മോഹിക്കുന്നു സാമന്തൻ. മഹാവതി പടകൂട്ടി വരുന്നെന്നറിഞ്ഞ് നീ മനഃപൂർവ്വമല്ലേ ശിവപുണ്യഭൂമിയിൽ ധ്യാനിക്കാനായി പോയത്? സത്യമല്ലേ? സത്യമല്ലേ? മഹാപ്രഭു, സാമന്തന്റെ കയ്യിൽ ആയുധമില്ലാത്ത നേരം ആർക്കും എന്നെ കൊല്ലാം. ഉടവാളി തൃക്കാൽക്കൽ വെച്ച് വണങ്ങാം. നെഞ്ചു നോവുന്ന വാക്കുകൾ കൊണ്ട് കൊല്ലാതെ ഈ ശിരസങ്ങ് ഛേദിച്ചു കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ശിവനെ സാക്ഷി നിർത്തി പറയുന്നു, സാമന്തന് ആരെയും ചതിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പുത്രൻ. നിന്റെ വരവും വരശക്തിയും കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു അവനെ. മഹാവതിയോട് നിനക്ക് മിത്രത്വമില്ലെന്ന് പറഞ്ഞത് തൽക്കാലം വിശ്വസിക്കുന്നില്ല മാതൃകൾ. ഈ ഉടവാളും കിരീടവും അവന്റെ ഓർമ്മകളും മാഗത മടക്കി ഭരിക്കട്ടെ.
നിന്നോടുള്ള മാഗധന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. നീയോ ഉദയസിംഹ? വല്ലാതെ ഉള്ളം കിതയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്ഷണിക്കുന്നു മഹാവതിയിലേക്ക്. അവിടെ വിശ്വജേതാവായി വാഴാൻ. മാഗധം നിന്നെ വെറുത്തു തുടങ്ങി. മാഗധത്തിന്റെ ഏത് വെറുപ്പും ഒരു ലഹരിയായി എനിക്ക്. മാത്രമല്ല, ഈ ഉടമാളും ഉയിരും ഉണ്ടച്ചോറിനുള്ള കൂറും മറക്കില്ല സാമന്തൻ. എത്ര തള്ളി പറഞ്ഞു തന്നെ അതിനപ്പുറം ഒരു ബന്ധം വേണ്ട എനിക്ക് ആരോടും. കാലവും കണക്കും നോക്കാതെ സൃഷ്ടിക്കപ്പെടുന്ന ഏത് ജന്മവും എന്നെ പോലാകും. ശപിക്കപ്പെട്ടവൻ, വകയുടെ അഗ്നി നെഞ്ചേറ്റ് നടക്കുന്നവൻ. നിശ്ചയിച്ചു സാമന്തൻ. മഹാരാജാവ് മാഗധന്റെ മനസ്സ് മാറുമ്പോളം നർമ്മദാ തീരത്ത് ദർഭ വിരിച്ച് അതിൽ ഉപവാസം ചെയ്യാൻ. മഹാവതിയിലാണ് എന്റെ ശത്രുക്കൾ മുഴുവനുമെന്ന ദൃഢപ്രതിജ്ഞയോടെ. അത് കഴിഞ്ഞു വരും സാമന്തൻ. എന്റെയും മാഗധത്തിന്റെയും മനസ്സ് നോവിച്ച നിന്നെ അതിനപ്പുറം നോവിച്ച സാമന്തൻ അടങ്ങും. ഏത് ദൈവമായാലും അത് നീ സഹിക്കില്ലെന്ന് ഓർത്തോ. എങ്കിൽ നിന്റെ ഓരോ ചുവടുവയ്പും അത് കലിക്ക് ആനന്ദമേകുന്നു സാമന്തൻ. എനിക്ക് സ്വധാമത്തിലെത്താനുള്ള എളുപ്പ വഴിയും പോകുന്നു. നിങ്ങൾ ദുഷ്ടപ്രമാണിമാരുടെ ആക്രോശം കേട്ട് നോവുന്നൊരു സാധുണ്ട് ഇവിടെ. വീണ്ടും ഒന്ന് കണ്ടിട്ട് ഈ ജന്മത്തിലും ഏറെ പ്രിയമാ എനിക്ക് ആ ലാവണ്യത്തിടമ്പിനെ. അതെ, അവൾ എന്റേതാണ്, എന്റേതും മാത്രം. സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും ഞാൻ അറിയുന്നു സാമന്തൻ. നിന്റെ മായാപ്രഭാവം അത്ഭുതം തന്നെ. കാലവും കണക്കും കൂട്ടിയുള്ള വരവ്. മാഗധന്മാർ മദ്യലഹരിയിൽ മറന്നു നടന്ന സമയം ഞാൻ തീർത്തു. കഴുത്തറത്തവരെ കാളിയെ ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരം എന്തൊരാനന്ദമാണെന്നോ. ഇത് കലിയൊഴിഞ്ഞു പോയ കാട്ടുഗഹ്വരം. ഈ രാത്രിയിൽ നാം ഇവിടെ വസിക്കുന്നു. പുലരിൽ പുറപ്പെടാം മഹാവതിയിലേക്ക്. ഇനി ജ്യേഷ്ഠനുള്ള അവസരങ്ങളാണ്. ഉപവാസം കഴിഞ്ഞുള്ള സാമന്തന്റെ മനസ്സും തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിക്കുന്ന മാഗധന്റെ മനസ്സും മറ്റൊരു മഹായുദ്ധത്തിന് തുടക്കം കുറിക്കും. ശമന്തപഞ്ചകത്തിലെ യുദ്ധഭൂമി അതിനുവേണ്ടി കാത്തുകിടക്കുന്നു. എതിർത്ത് പറയരുത് അവിടുന്ന്. മുടങ്ങിപ്പോയ അഭിഷേകം അതാണിനി ആദ്യം നടക്കേണ്ടത്. നമ്മൾ ഇരുവരും ഒരുമിച്ച് നിന്ന് സംരക്ഷിക്കാനുള്ളപ്പോൾ മഹാവതിക്ക് എന്തിനു മറ്റൊരു ഭരണാധികാരി? മുൻജന്മത്തിൽ യാദവന്മാരെ മുഴുവൻ ഗദാപ്രഹരത്തിലൂടെ ഇല്ലാതാക്കി ആദ്യം മടങ്ങിയത് അവിടുന്ന്. ഇക്കുറി മറിച്ചാണ്. അങ്ങ് നോക്കി നിൽക്കെ ഞാനായിരിക്കും സ്വധാമത്തിലേക്ക് ആദ്യം മടങ്ങുക. ഉദയസിംഹ, നീ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാം? ഞാനുണ്ടോ പിന്നെ ഇങ്ങനെ? അങ്ങേക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ടാകും. അതങ്ങേ ഏൽപ്പിച്ചിട്ടേ ഞാൻ മടങ്ങും. സ്വർണവതിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണ്ടേ? കാത്തിരിക്കുന്നുണ്ടാവും ഈ വരവും പ്രതീക്ഷിച്ച്. സമുദ്രദേശത്തെ സ്ത്രീകളുടെ സംസ്കാരമാണ്. അവർ മുഖപടം മാറ്റി ആദ്യം കാണുന്ന പുരുഷന് മാത്രമേ ഭർത്താവായി സ്വീകരിക്കൂ. അതാരായാലും. എന്തേ? എല്ലാം അറിഞ്ഞവനെ, എല്ലാം അറിയുന്നവനെ, പൂർവജന്മത്തിൽ എനിക്കെന്തേ ഒരു സന്തതി ഉണ്ടായില്ല? ഈ ജന്മത്തിലും എനിക്കതിനുള്ള ഭാഗ്യമില്ലേ? ജ്യേഷ്ഠ, അനന്തപത്നി നാഗലക്ഷ്മിയുടെ പുനരവതാരം ചാക്ഷുഷമന്വന്തരത്തിലെ മനുപുത്രി ജ്യോതിഷ്മതി. അവൾ കാമമോഹിതനായ ഇന്ദ്രനെ ഒരിക്കൽ ശപിച്ചു. നീ നിന്ദ്യനായി തീരട്ടെ, നിന്റെ പത്നി അന്യരാൽ അപഹരിക്കപ്പെടട്ടെ. തിരിച്ചു ശപിച്ചു ഇന്ദ്രന്. ഏത് ബലവാന്റെ പത്നിയായാലും നിനക്ക് സന്തതി ഉണ്ടാകാതെ പോകട്ടെ. ആ ജ്യോതിഷമതിയാണ് പൂർവജന്മത്തിലെ ബലരാമന്റെ പത്നി രേവതി, ഈ ജന്മത്തിലെ സ്വർണവതി. നാരായണന്റെ ശയ്യാവലംബിയായ അനന്തന്റെ പ്രിയപത്നി
നാഗലക്ഷ്മി, നാഗസുന്ദരി. ഇന്ദ്രശാപം തീർത്താൽ തീരാത്ത ശാപമല്ലെന്ന് കരുതിക്കോളൂ. ഈ രാവ് വേണ്ടുവോളം സ്വപ്നങ്ങൾ കൊണ്ട് നിറച്ചു. മടങ്ങി നമുക്ക്. നിങ്ങൾ കുളിയും ജപവും കഴിച്ച് മഹാവതിയിലേക്ക് മടങ്ങുക. അപ്പോൾ നീ പോകണം ശ്രീശങ്കര ദർശനത്തിനായി. അത് കഴിഞ്ഞേ മഹാവതിയിലേക്കുള്ളൂ മടക്കം. ദേവകി മാതാവേ, ഒന്ന് കാണാമെന്ന് കാക്ഷിച്ചു വന്നു. എല്ലാ പരിഭവങ്ങളും പറഞ്ഞു തീർക്കാൻ. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് എന്നെ വെറുക്കാൻ കഴിയില്ലെന്ന്. കുഞ്ഞെ, അതോ പൊറുക്കാൻ കഴിയുന്നില്ലേ എന്നോട്? ഏതമ്മയ്ക്കാ മക്കളോട് പൊറുക്കാതിരിക്കാൻ കഴിയുക? എന്നാൽ ചില മക്കൾ അമ്മമാരോട് പൊറുത്തില്ലെന്ന് വരും. അക്കൂട്ടത്തിൽ ആ സാമന്തൻ. രേവതി നക്ഷത്രത്തിന്റെ ഗണ്ണാന്തത്തിൽ പിറന്ന ഞാൻ വളർന്നിട്ടും ഇത്ര കാലം ജീവിച്ചിട്ട് മുടിഞ്ഞോ?
ആ ഭീരവംശം മുടിഞ്ഞോ? ഏതെങ്കിലും മഹാമാരി പടർന്നു കയറിയോ മഹാബലി? ആ ഭീരവംശത്തിൽ അതുമൂലം ആർക്കെങ്കിലും ആപത്തുണ്ടായോ? ഉണ്ടായോ? ഇല്ല. കാലം കൊണ്ട് ഏതോ പടുവൃദ്ധൻ കാരണവരുടെ കഥ കഴിഞ്ഞത് എന്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ജനിച്ചതിന്റെ കുറ്റമുണ്ടോ? സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തവൻ പിന്നെ വളർന്നതൊക്കെയും നിങ്ങളെ ഇല്ലാതാക്കാൻ ഈ തിരുവയം ഒഴിഞ്ഞതല്ലേ ഞാൻ? എന്തിന് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ നികൃഷ്ടനാക്കി, നിന്ദനാക്കി. മഹാവതിയിലെ മഹാരാജ്ഞി കേട്ടോളൂ, അന്ന് ആ ഭീരവംശത്തിലെ 2 ദേവങ്ങളുടെ പ്രിയ പിതാവ് ദേശരാജന്റെ അറുത്തെടുത്ത ശിരസും ഉടവാളും ഈ മഹാരാജ്ഞിക്ക് കളി കാണാൻ കൊണ്ടുവന്ന് കാഴ്ചവെച്ചത് ഞാനാ, സാമന്തൻ. തീരുവോളം ആ ഉടൻ നിലത്താട്ടിച്ചാട്ടിച്ചാട്ടിച്ച് ചതച്ചതും ഞാനാ, സാമന്തൻ. പൊറുക്കാൻ കഴിയുമോ എന്നോട്? പൊറുക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ അമ്മയുടെ പ്രിയപുത്രന്മാർ നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു നിമിഷം, അതെ, അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. മാഗധപുത്രൻ കാളിയന്റെ ശിരസ്സെടുത്തതിന് പകരം ഈ അമ്മയുടെ അറുത്തെടുത്ത ശിരസ് മാഗധന്റെ കാൽക്കൽ കാഴ്ചവെച്ച് ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് സ്ഥാപിക്കാൻ എന്നോട് കാണിക്കാത്ത കരുണ ആരോടുമില്ല എനിക്ക്. എങ്കിൽ നിനക്കതിനാവില്ലടാ. സ്വയം രക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വയം ശിക്ഷിക്കാൻ എനിക്ക് കഴിയും. നീചനായി നിന്റെ കൈകൊണ്ട് മരിച്ചാൽ ശ്വാസപരാഗതൻ എന്നിൽ നിന്ന് ഓടിയൊളിക്കും. ഒറ്റയ്ക്ക് പാപിയാ നീ, നിർദ്ദയനായ നീ. സർവവ്യഥയും വ്യാധിയും പേറി സർവരാലും വെറുക്കപ്പെടും. ദുർഗന്ധം വമിക്കുന്ന നിന്നെ സർവരും മാറ്റിയകറ്റും. അങ്ങനെയാകവും പുറവും അവിഞ്ഞലഞ്ഞേ നീ ഇല്ലാതാവും. ഉപേക്ഷിക്കുക മാത്രമല്ല, ശപിച്ചില്ലാതാക്കുന്ന നിങ്ങളെ ഞാൻ സാമന്ത. തോറ്റുപോയി അമ്മ. എന്തേ സാമന്ത നീ ഇങ്ങനെ? അടുത്ത ദുർഗാ നവമി വരെ നിനക്കുണ്ട് സമയം. എന്നിട്ടും നിനക്ക് മാറാൻ കഴിയാത്ത പക്ഷം ഏതറയിൽ നീ നർമ്മണം പുകച്ചിരുന്നാലും വരും ഞാൻ അവിടെ. കണ്ടില്ലേ നീ ഈ ത്രിശൂലം? ഈ കൈകളിൽ ഇതുള്ളപ്പോൾ വരില്ല ഒരു രുദ്രനും നിന്നെ രക്ഷിക്കാൻ. ഇത് നിന്നോടുള്ള അവസാനത്തെ എന്റെ സമരസപ്പെടൽ. നീ മൂലം ഞാനില്ലാതായാലും ഞാൻ മൂലം നീ ഇല്ലാതായാലും ദുഷ്ടവൈരവർഗത്തെ മുഴുവൻ സംഹരിച്ച് മടങ്ങൂ ഞാൻ എന്റെ ഇടത്തേക്ക്. എങ്കിൽ ഉദയസിംഹ, നിന്റെ സർവശക്തി പ്രഭാവത്തെയും ദുർബലമാക്കാനുള്ള കരുത്ത് ഈ ജന്മത്തിൽ എനിക്കുണ്ടടാ. നീ ഏത് ത്രിശൂലം സ്വന്തമാക്കിയാലും ഭഗവാൻ രുദ്ര പ്രജാപതി കൈവിടില്ല സാമന്തനെ. കഴിഞ്ഞോ ആ ജന്മം? ഇന്ന് മാഗധന വാർത്ത കേട്ട് ആനന്ദിക്കട്ടെ, മാഗധം ആടി തിമിർക്കട്ടെ. സഹോദര, ആഹ്ലാദ, നമ്മുടെ അമ്മ പോയടാ. മേലാകെ നീ പുരട്ടി ഹോമാഗ്നിയിൽ എരിഞ്ഞടങ്ങി
മഹാവതിയിലെ മഹാരാജ്ഞി അമ്മയും അമ്മിഞ്ഞ പാലിൻ മധുരവും അമ്മയെന്നേകിയ സ്നേഹവാത്സല്യവും കൊഞ്ചലും നെഞ്ചോടു ചേർത്തു ലാളിച്ചതും ഉമ്മയോരായിരം നെറുകയിൽ വച്ചതും എല്ലാം മറക്കാൻ കഴിയില്ലൊരിക്കലും. ഉദയസിംഹ, കാണുന്നില്ല നീ ആ ഭീരദേശത്തിന്റെ ആദിയും ആതങ്കവും? കാണുന്നില്ല നീ? ഓ, സഹിക്കാൻ കഴിയുന്നില്ലടോ. ജ്യേഷ്ഠ, എന്തേ നമ്മുടെ അമ്മയെ നിനക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയി? അതോ ഇനിയും ഒരു ജന്മമുണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു അമ്മയോട് ഒത്തു കഴിയാൻ, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ? കാലദൗർബല്യം അങ്ങയെ ഭ്രമിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ വ്യഥ. എങ്കിൽ ആ പരമാർത്ഥം അങ്ങ് അറിഞ്ഞുകൊള്ളൂ. നമ്മുടെ പ്രിയമാതാവിന് ഇത്ര കാലം ഈ ഭൂമിയിൽ വാസമുള്ളൂ. ആ ഭീരദേശത്തിന്റെ ആ സ്നേഹജ്യോതിർ ഇപ്പോൾ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. ദേവമാതാവായ അതിഥി ദേവിയുടെ പുനരവതാരമായിരുന്നു നമ്മുടെ അമ്മയും. അപ്പോൾ ഞാനും നീയും മാത്രമല്ലേ ഭൂമിയിൽ പുനരവതരിച്ചിട്ടുള്ളത്? അല്ല ഭ്രാതാവേ, അല്ല. അസംഖ്യം പേർ പുനരവതരിച്ചിട്ടുണ്ട് ഇവിടെ. കണ്ണുണ്ടായിട്ടും നന്മ കാണാൻ കഴിയാത്ത ചക്രവർത്തി പൃഥ്വിരാജ പ്രഭു അന്ധനായ ധൃതരാഷ്ട്രയുടെ പുനർജന്മമാണ്. മുൻജന്മത്തിലെ ജരാസന്ധനാണ് ഈ ജന്മത്തിലെ ദുഷ്ടമാഗതൻ. ഗിരീഷ് പുരിയിലെ ബലിഖാനി യുധിഷ്ഠിരനാണ്. വനരസത്തെ വീരൻ ഭീമസേനനും ബ്രഹ്മാനന്ദനും ലക്ഷ്മണനും ദേവസിംഹനുമൊക്കെ അർജുനന്റെയും സഹദേവന്റെയും പുനർജന്മങ്ങളാണ്. നമുക്കൊപ്പം നിൽക്കാൻ പുനർജനിച്ചവർ. സാമന്തനം ഭൂമിയിലെ സർവദുഷ്ടശക്തികളുടെയും ഉടൽ പൂണ്ട വൈരൂപ്യമാണ് ഈ കൊടും ക്രൂരനായ സാമന്തൻ. അവൻ ആരായാലും ഉദയസിംഹ, ഈ ബലം കൊണ്ട് വീഴ്ത്തണം എനിക്കവനെ. അത് എനിക്ക് കഴിയാവൂ, എനിക്ക് മാത്രം. ഒരു സന്ദേശമുണ്ട്. നവദുർഗാവ്രതം തുടങ്ങും മുൻപ് സമുദ്രദേശത്തെ നേത്രസിംഹൻ ഇവിടെ എത്തുന്നു. പുത്രി സ്വർണവതിയെ ഈ കൈകളിൽ ഏൽപ്പിക്കാം. എങ്കിൽ മറുസന്ദേശം അയച്ചേക്ക്. സാമന്തന്റെ അന്ത്യം കഴിഞ്ഞ് ആഹ്ലാദനിനി മറ്റെന്തുമുണ്ടോ? മംഗല്യവും കിരീടധാരണവും എല്ലാം ഈ കൈബലം കൊണ്ട് കൊന്നൊടുക്കണം അവൻ എനിക്ക്. അതിനുള്ള കരുത്തുണ്ടോ ഈ കൈകൾക്ക്? എടാ, നീ ഇത് ശങ്കരൻ എനിക്ക് ഏകിയ ത്രിശൂലം. ഈ കൈകളിൽ ഇരിക്കട്ടെ ഇത് സുരക്ഷയ്ക്ക്. അപ്പോൾ അവന്റെ മുന്നിൽ ഞാൻ തോൽക്കുമെന്നോ? തോൽപ്പിക്കല്ലടാ എന്നെ നീ. അഗ്നിവംശജനായ പൃഥ്വിരാജനും മേകൊണ്ട് കൃഷ്ണനെങ്കിലും ദുർബുദ്ധിക്ക് പേരുകേട്ട മാഗധനും കൗരവ വംശത്തിന്റെ പുനർജന്മമായ ദുസ്സഹനും ദുസ്സളനും ജലസന്ധനും തോമര വംശത്തിലെ ചിത്രനും ഉപചിത്രനും ശകുനിയുടെ പുനരവതാരമായ ഗജപതിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രണഭൂമിയിൽ ജ്യേഷ്ഠഭ്രാതാവേ, തോൽക്കില്ലെന്ന്, തോൽപ്പിക്കില്ല ആരും അങ്ങയെ. അത് ഉദയസിംഹന്റെ ഉഗ്ര ശപഥം. അകത്തേക്ക് വരാമോ എനിക്ക്? വരാലോ. മനുമുഖി, മുമ്പ് മാഗധം വിട്ടു പോയിട്ടില്ലെന്നും ഇപ്പൊ മഹാവതി തേടി വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ ജന്മം തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി. എന്തു പറ്റി ഈ മാഗധപുത്രിക്ക്? ഒത്തിരി ഒത്തിരി ഓർത്തു നോക്കി, പക്ഷേ എങ്ങും എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല ഞാൻ. നമ്മൾ തമ്മിലേ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ, മിണ്ടിയിട്ടുള്ളൂ, പരിഭവിച്ചിട്ടുള്ളൂ. എന്ന് എന്നും
മാഗധന്റെ ശത്രുവാണ് ഞാൻ, മാഗധത്തിന്റെയും. ആ ദുഷ്ടവംശത്തിൽ എനിക്ക് ജനിക്കണ്ടായിരുന്നു. വല്ലാത്തൊരു മനോവ്യഥ. എന്തിന്? അച്ഛന്റെ കൽപ്പന, സാമന്തന്റെ നിശ്ചയം, ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ നിത്യരോഗിയായ പുത്രന് അവരെന്നെ നൽകും. അതിനിടയാക്കരുതെന്നെ. ഉറച്ചുപോയി. അത്രയ്ക്ക് രൂപം മനസ്സിൽ. അല്ലാത്ത പക്ഷം മണ്ണുകൊണ്ട് ഈ അത്ഭുത രൂപം ചമച്ച് അതിൽ വർണ്ണമാല്യം ചാർത്തി മരണം വരിക്കും ഞാൻ. ഇല്ലടോ, ഇല്ല. ഈ മനോമുഖി മറ്റാർക്കും ഉള്ളതല്ല. ഉദയസിംഹൻ ഭൂമിയിലെത്തുമ്പോൾ മഹാദേവിയുടെ നിശ്ചയമാണ് മനോമുഖിയുടെ ജന്മവും. ഏത് ജന്മത്തിലും ഈ സ്നേഹ സൗഭാഗ്യം എനിക്കുള്ളതാ, എനിക്ക് മാത്രം. ഭഗവാനെ, രാധയില്ലാതെ കണ്ണനില്ല, മനോമുഖിയില്ലാതെ ഉദയസിംഹനും. സത്യം, സത്യം. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്നെ കൗതുകത്തോട് നോക്കി നിൽക്കുന്നവരോട് ചെന്ന് പറയട്ടെ, ഈ കണ്ണന്റെ രാധയാണ് ഞാനെന്ന്. അമ്മേ, എന്റെ ഭഗവാൻ എന്നെ രക്ഷിച്ചു കേട്ടോ. മകൾക്കൊപ്പം വന്നതാണ് ഞാൻ, മാഗധത്തിന്റെ മഹാരാജ്ഞി. വേണ്ട പ്രഭു, മാഗധത്തിന്റെ രാജ്ഞി എന്ന വിളിപ്പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. വസുധ, വെറും വസുധ. ഇത്തിരി നന്മ കൈമോശം വരാത്തത് കൊണ്ട് ചോദിക്കുക, സ്വന്തം മാതാവിനെ കൊന്ന സാമന്തനോട് ഇനിയും അങ്ങ് ക്ഷമിച്ചു കഴിയുന്നു? സാധു സന്യാസിമാർ, സ്ത്രീകൾ, പക്ഷിമൃഗാദികൾ കൊന്നും തിന്നും മുന്നേറുന്ന അവനോട് എന്തേ ഭഗവാൻ പൊറുക്കുന്നു? നിഷ്ഠൂരൻ, നീചൻ. അവൻ മൂലം ഇനിയും ജീവനുകൾ പൊഴിഞ്ഞു വീഴണോ ഇവിടെ? കാലവും കാരണവും കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാത്തിനും സമയമാകുന്നു എന്ന് മാത്രം കരുതുക. എല്ലാത്തിനും അവസാനമായി സമന്തപഞ്ചകത്തിലെ യുദ്ധഭൂമി മറ്റൊരു മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. തീർച്ചയായും മാഗധത്തിന്റെ ഈ പെൺകരുത്തിനെ കേട്ടിട്ടുണ്ട് ഞാൻ. അറിയുമോ, ഈ വസുതയ്ക്കും ഒരു പൂർവജന്മമുണ്ടായിരുന്നു. എനിക്കോ? പറഞ്ഞില്ലേ അത് ചന്ദ്രഭട്ടൻ? അന്ന് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യാഗാശവുമായി പുറപ്പെട്ട അർജുനനെ സ്ത്രീരാജ്യത്ത് വെച്ച് തടയുകയും കുതിരയെ പിടിച്ചു കെട്ടുകയും മഹാപരാക്രമിയായ അർജുനനെ തോൽപ്പിക്കുകയും ചെയ്തു ഒരു പ്രമിള. ആ പ്രമിളയുടെ പുനർജന്മമാണ് ഈ വസുത. ഭഗവാനെ, ഈ പെൺകരുത്ത് നന്മയുടെ പക്ഷത്താകട്ടെ. പ്രമിള, മകളെയും കൂട്ടി വന്നത് ഇങ്ങോട്ടോ? എന്തിനെന്ന്? അത് ചോദിക്കാൻ നിനക്കെന്താ അവകാശം? മാത്രമല്ല, നീ എന്തിനു ഞങ്ങളെ പിന്തുടരണം? രാജപുത്രിയെയും രാജ്ഞിയെയും പിന്തുടർന്ന് അവർക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ടത് മന്ത്രി സാമന്തന്റെ ചുമതലയാണ്. ആ സഹായം തൽക്കാലം വേണ്ട ഞങ്ങൾക്ക്. ഏത് ശത്രുവിനെയും ഒരു ചൂണ്ടുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട് നിലയ്ക്ക് നിർത്താൻ കഴിയും വസുതയ്ക്ക്. അത് ഈ വസുതയുടെ വെറും തോന്നല. മഹാരാജാവ് മാഗധന്റെയും മന്ത്രി സാമന്തന്റെയും മഹത്വം കൊണ്ട് മാഗധത്തിലെ സ്ത്രീകളെ ഒന്നും നോക്കാനോ നോവിക്കാനോ ശത്രുക്കൾ ശ്രമിക്കാത്തത്. എങ്കിൽ ആ മഹത്വം ഇനി ഞങ്ങൾക്ക് വേണ്ട. സ്വയം രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുകൊണ്ടാ മകളെയും കൂട്ടി വസുത ഇവിടെ എത്തിയത്. ഭഗവാൻ ഉദയസിംഹൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ. സ്വന്തം പെറ്റമ്മയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്ത ആ നിഷ്ക്രിയനം, അത് നിന്നെ പോലുള്ളവർക്ക്. നീ ഒരു ശാപമാ സാമന്ത. മറ്റുള്ളവരുടെ ദുരന്തം. ധിക്കാരം നിറഞ്ഞ നിന്റെ ദുർബുദ്ധി തന്നെ നിന്നെ കീഴടക്കും സാമന്ത. ആ
കനിവില്ലാത്ത നിന്റെ വിടില്ല കാലം. മഹാവതിയിലെ ദേശരാജനെ നിന്റെ പിതാവിനെ കൊന്നതും നീയല്ലേ? അതേടാ, അതെ. അതിനും ബലിയാടായത് എന്റെ പുത്രൻ. അവനെയും ദുഷ്ടനാക്കി തീർക്കുകയായിരുന്നു ഈ ദുഷ്ടരാക്ഷസ പ്രഭു. നീ കരുതിക്കോ സാമന്ത, നിനക്കും നിന്റെ യജമാനനുമെതിരെ വസുധയുണ്ടാകും ഈ മഹാവതിയുടെ പക്ഷം ചേർന്ന്. പകയുടെ ദുർമൂർത്തിയാ ഞാൻ. കിട്ടിയ ജന്മം കൊണ്ട് തപസ് ചെയ്ത് ആർജിച്ച തമോ ഗുണത്തിന്റെ സകലൈക മൂർത്തി ആണത്തത്തോട് അറിയിക്കാൻ വന്നതാ. മഹാവതിയെയും മഹാവതിയുടെ പക്ഷക്കാരെയും അരിഞ്ഞു വീഴ്ത്തി ഈ സിംഹാസനത്തിൽ സാമന്തൻ ഉറച്ചിരിക്കുമെന്നോ? അപ്പോൾ ദിവസവും നിശ്ചയിച്ചോളൂ. നിശ്ചയിച്ചു. നീയില്ലാത്ത, നിന്റെ ജ്യേഷ്ഠനില്ലാത്ത ഒരു മഹാവതി വേണം എനിക്ക് സ്വന്തമായി. പൃഥ്വിരാജ പ്രഭുവും 11 അക്ഷോണിയും മാളവനും മഞ്ചീരനും ആനന്ദനും ആശ്ലിഷ്ടനും ഒക്കെ പടകൂട്ടി പുറപ്പെട്ടു കഴിഞ്ഞു. ഒരുങ്ങിക്കോ നീയും. ഉദയസിംഹ, അടുത്ത ദുർഗാനവമിക്ക് മുമ്പ് നിന്നെ സാമന്തൻ വീഴ്ത്തും പടക്കളത്തിൽ. ഭഗവാനെ, ആ ദുർഗാനവമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞാനും. എന്റെ ലക്ഷ്യം പൂർണ്ണമാക്കാം. നേത്രസിംഹന്റെ പൊന്നൊടുക്കിന്റെ നാദം, ദേവിയുടെ തൃക്കൈയിലെ വീണാനാദം, വരുണനേകിയ വരശങ്കിലെ പ്രണവധ്വനി. കീഴടങ്ങും വൈരികൾ, കീഴടക്കും. പക്ഷേ അവനെ, സാമന്തനെ, അവനെ എനിക്ക് തന്നേക്ക്. നീ ഏകിയ ഈ ശങ്കർ തൃശൂലം കൊണ്ട് തീർത്തേക്കാൻ ഞാൻ അവനെ. സാധ്യമല്ല. പടക്കളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന രുദ്രന്മാരെ തടയാം ഈ തൃശൂലം കൊണ്ട്, അത്രമാത്രം. പിന്നെ എങ്ങനെ അവനെ എങ്ങനെയെന്ന് തരും വഴി ദേവി ദുർഗാ ഭഗവതി, സർവഭൂത ഹിതൈഷിണി. ആ വരം കൊണ്ട് അവതരിച്ച ഈ ജന്മം നിഷ്ഫലമാകരുതല്ലോ. പിന്നെ അനന്തനല്ലേ ഈ നിൽക്കുന്ന ആഹ്ലാദം. ഉദയസിംഹന്റെ ശങ്കധ്വനി, ദേവിയുടെ മണിവീണ, നേത്രസിംഹന്റെ പൊന്നൂട്ടിക്ക്. ഇല്ല ഇല്ല, ഇതുകൊണ്ടൊന്നും തോൽക്കില്ല സാമന്തൻ. ആരും തോൽപ്പിക്കില്ല സാമന്തനെ. ഒന്ന് ചവിട്ടി മേടിച്ച് അഹങ്കരിക്കട്ടെ സാമന്തൻ. ഇത് ശങ്കരൻ എനിക്കേകിയ തൃശൂലം. നിന്റെ അന്ത്യം കണ്ടേ സാമന്തൻ അടങ്ങും. അരിഞ്ഞു വീഴ്ത്തി മുന്നേറിഞ്ഞാൽ ഹേ ശങ്കര, ഞാനും നിന്റെ തൃശൂലവും. സാമന്ത, നമ്മുടെ പക്ഷം ശക്തമാണ്, സുശക്തം. നിരന്ന് നിറഞ്ഞു നിൽക്കുന്നു പടക്കളത്തിൽ. വരുന്നു ഞാനും പടക്കളത്തിലേക്ക് നിലക്കൊപ്പം. വേണ്ട വേണ്ട പ്രഭു, സാമന്തൻ ജീവിച്ചിരിക്കുമ്പോഴോ പൃഥ്വിരാജ പ്രഭുവിന്റെ അക്ഷോണി 11 നമ്മുടെ 10, മാളവന്റെയും മഞ്ചീരന്റെയും 7 വീതവും ശേഷിക്കുന്ന നമ്മുടെ പക്ഷക്കാരൊക്കെയും, പിന്നെ സാമന്തനും കൊന്നു തീർക്കും. സാമന്തൻ സർവ ശത്രുവിനെ അറിയാം. നിന്റെ കൈക്കരുത്തും ബലവും മാനവനോടും മാനവത്തോടുമുള്ള നിന്റെ മമതയും. പക്ഷേ വസുധ ആരൊക്കെ ഏതൊക്കെ പക്ഷം ചേർന്നാലും ജയിക്കും. ജയിച്ചേ അടങ്ങൂ സാമന്തൻ. അവിടുത്തെ അനുമതിയോടെ പോകുന്നു പോർമുഖത്തേക്ക്. സ്നേഹം നിഷേധിച്ചവരുടെ, ഒറ്റപ്പെടുത്തിയവരുടെ, കൊല്ലാൻ ഉപേക്ഷിച്ചവരുടെ,
ആഭീര വംശത്തിന്റെ സർവസംഹാരത്തിനായി പോകുന്നു. കുലം മുടിക്കാൻ പിറന്നവൻ, അതെ, കുലം മുടിക്കാൻ പിറന്നവൻ. ഉദയസിംഹ വരുന്നു സാമന്തൻ. നിന്റെ ഈ ഉജ്ജ്വലം മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ആർജവത്തോടെ ശത്രുവിനെ കീഴടക്കി മുന്നേറുന്നു. അക്ഷൗണികൾ പലതും ചിന്ത ഭിന്നമാക്കി ശത്രുക്കൾ ജീവന് വേണ്ടി കേട് വീഴുന്നു. എന്നിട്ട് മുമ്പേ സാമന്തനിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുന്നു. നാളെ ദുർഗാനവമിയാണ്. അവൻ ആയുധം തൊടാത്ത ദിവസം. പിന്നെ അവന് തോൽവിയില്ല. അവനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്ന്. അത്ഭുത ബാലനായി ജനിച്ച് അത്ഭുത കർമ്മങ്ങൾ ചെയ്ത് വർഷം 125 തികച്ചപ്പോൾ ഒരു കാട്ടാളന്റെ അമ്പുകൊണ്ടല്ലേ അന്ന് ഞാൻ സ്വഭാവത്തിലേക്ക് ഗമിച്ചത്. മറ്റൊരു കാട്ടാളനെ തേടുവാനാണ് വീണ്ടും ഒരു സ്വധാമ ഗമനത്തിൽ. നീ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചല്ലേ? അതിനുവേണ്ടിയോ പടക്കളത്തിൽ എങ്ങും എവിടെയും നിറഞ്ഞു നിന്ന് നീ എതിർത്തുവല്ലോ. പൃഥ്വിരാജപ്രഭുവിന്റെ 11 അക്ഷൗണിയും ചിഹ്ന ഭിന്നമായി. മാളവന്റെയും മഞ്ജീരന്റെയും കഥ കഴിഞ്ഞു. ബാക്കി ഒട്ടേറെ പേരെ ഞാനും ഇല്ലാതാക്കി. അതായിരുന്നില്ലേ നമ്മുടെ ലക്ഷ്യവും? അതിനുവേണ്ടിയല്ലേ നമ്മൾ അവതരിച്ചത്? ദുഷ്ടഭൂപാലന്മാരുടെ ദുർവിയോഗം കണ്ട് അവനെ ആശ്വസിക്കുന്നു. കലി ആടിപ്പാടി രസിക്കുന്നു. രാധാവേ, തിരിഞ്ഞെതിർക്കാൻ കഴിയാത്ത വിധം ശേഷിക്കുന്ന ശത്രുക്കൾ മുഴുവനും ഈ കാലശക്തിക്ക് മുന്നിൽ വേരറ്റു വീഴണം. മാം അനുസ്മര യുദ്ധജ. കൂടെയുണ്ട് ഞാനും. നിനക്ക് ലഭിച്ച ശങ്കരവരത്തിന്റെ കാലം കഴിഞ്ഞതോ? ഇപ്പോൾ നിനക്കെതിരെ ആയുധമെടുത്താൽ ഒരു രുദ്രനും വരില്ല തടയാൻ. നീ ആയുധമെടുത്തോളൂ. തോൽപ്പിക്കാമെങ്കിൽ തോൽപ്പിച്ചോളൂ. ഈശ്വരനല്ലേ നീ? ഈശ്വരൻ. നിന്റെ കൈ കൊണ്ടാണ് എനിക്ക് മരണമെങ്കിൽ എനിക്ക് സുഹൃത ലോകങ്ങൾ ലഭിക്കില്ലെന്ന നമ്മുടെ അമ്മയുടെ ശാപം വൃഥാവിലാകുമല്ലോ. എങ്കില് എടുത്തോ നിന്റെ ദിവ്യായുധം. ശങ്കര സാന്നിധ്യത്തിന്റെ തൃശൂലം നിന്റെ കഥ കഴിക്കാൻ. നീയോ? എനിക്ക് നീ വെറും തൃണം.
ചിരിച്ചു വസുധ. ഇങ്ങനൊരു വ്രതം വേണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. വസുധ, നീ കരുതിക്കോ. നവമി കഴിഞ്ഞ അറവിട്ട പുറത്തു കഴിഞ്ഞ 7 വാതിലുകളും തുറന്ന ആയുധവുമായി ക്രൂരമായി നിന്നെ കൊല്ലാൻ ഓർത്തോ നീ. മഹാരാജി, സർവദേവന്മാരും ഋഷികളും സജ്ജനങ്ങളും നോക്കി നിൽക്കെ ആ മഹാവിഭു സ്വധാമത്തിലേക്ക് ഗമിച്ചു. ഭൂമിയിൽ ആ പാദങ്ങളെ സേവിക്കാൻ വിധിയില്ല എനിക്ക്. അല്ലേ, ലോകാഗ്നിയിൽ ദഹിച്ചില്ലാതാകും വരെ ആ പാദ പല്ലവങ്ങളെ ധ്യാനിച്ച് കഴിയാം. പുത്രി, ഉദയസിംഹനില്ലെങ്കിൽ പിന്നെ മനോമുഖിയുമില്ല ഭൂമിയിൽ. ഈ നവമി തീർന്നാൽ വീണ്ടും നീ അജയ്യൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. പക്ഷേ ഈ നവമി തീരും മുമ്പ് നീ ആ നിലവറ വിട്ട് പുറത്തു വരും. അത് ആഹ്ലാദന്റെ നിശ്ചയം. അകത്ത് 3 നിലവറകളുണ്ട്, ഒരുപോലെ. അതിലേതിലായിരിക്കും അവനെന്ന് കണ്ടെത്തുക അസാധ്യമാണ്. പുറത്ത് സർവ്വ സൈന്യങ്ങളും തയ്യാറായി നിൽക്കുന്നു കൽപ്പനയ്ക്ക് വേണ്ടി. ഏതു നിലവറയും തകർക്കും വിധം. അവിടുന്ന് എന്ത് തീരുമാനിച്ചു? ഒന്ന് കൽപ്പിച്ചാൽ മതി. അങ്ങയുടെ അനുവാദത്തിനു വേണ്ടി ഈ വൃദ്ധസജീവൻ കാത്തു നിൽക്കുന്നു. മാഗധത്തിന്റെ പൈതൃകമാണ് ആ നിലവറകൾ 3. ആ നിലവറ തകർക്കാതെ, ആളാരും കൂടാതെ, ആയുധമെടുക്കാതെ ആ അറയിൽ നിന്ന് ഞാൻ അവിടെ പുറത്തെത്തിക്കാൻ പോകുന്നു. അനന്തനാണ് ബലരാമൻ, ബലരാമനാണ് ആഹ്ലാദൻ. ഭൂമിയിലെ സർപ്പശ്രേഷ്ഠന്മാരെ, ഏതറയിലാണ് നിങ്ങൾക്ക് കിടക്കാൻ കഴിയാത്തത്? ഒത്തിയും ഒത്തിക്കണ്ണെടുത്തും വലിയ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊണ്ടുപോകാവരെ. കൊട്ടാരക്കെട്ടിന് പുറത്ത് അഷ്ടനാഗങ്ങളുടെയും കരുത്തറിയട്ടെ അവൻ സാമന്തൻ. കാഴ്ചകെട്ട് എന്നോട്ടെന്നറിയാതെ മറ്റുള്ളവരാൽ ആട്ടി അകറ്റപ്പെട്ട് ചലം നിറഞ്ഞും ദുർഗന്ധം അമിച്ചും വേദന കൊണ്ട് പുണഞ്ഞും 1000 ആണ്ട് അടയണം നീ ഭൂമിയിൽ. എന്നാലും നീ കൊന്നൊടുക്കിയവരുടെ ആയുസിന്റെ ആകത്തുകയാകില്ലത്. ഫലം കാലം നിന്നെ കൊല്ലാതെ കൊല്ലും. കരി പോലും നിന്റെ മുഖത്ത് കാറിത്തുപ്പും. നിന്നെ പോലുള്ള നികൃഷ്ട ജന്മങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. തീർത്താലും തീരാത്ത പകയുടെ പ്രതിരൂപമായി. Thank you.